നമ്മളുടെ ലഹരി എന്താണെന്നുള്ളത് നമ്മൾ ഇന്ന് ഇവിടെ കാണിച്ചു. ഈ കലയാണ് നമ്മുടെ ലഹരി. വൈകിയ വേളയിലാണെങ്കിലും ഈ 7ാമത്തെ ദിവസമാണെങ്കിലും എന്റെ തൊടുപുഴയിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. എപ്പോഴും ഒരു തൊടുപുഴക്കാരനാണെന്ന് വളരെ അഭിമാനത്തോടെ പറയാറുണ്ടെങ്കിലും വളരെ അപൂർവമായിട്ട് മാത്രമേ തൊടുപുഴയിൽ പൊതുചടങ്ങുകളിൽ പങ്കെടുക്കാനുള്ള അവസരം എനിക്ക് കിട്ടിയിട്ടുള്ളൂ. പക്ഷെ ഈ പ്രാവശ്യം വന്ന് വിളിച്ചപ്പോ എന്തായാലും വരണമെന്ന് തന്നെ തീരുമാനിച്ചു. അത് ഉദ്ഘാടനത്തിന് വരുന്നതിനേക്കാൾ ആഘോഷമുണ്ടാവുക സമാപനത്തിന് വരുമ്പോഴാണ് എന്ന് പറഞ്ഞ് ഈ വിജയത്തിന്റെ ഭാഗമായി ഇവിടെ വന്ന് നിൽക്കുന്നത് ശരിക്കും വളരെയധികം സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. ഈ എനർജിയാണ് ലൈഫിൽ എന്തെങ്കിലും മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നത്. കാര്യം എന്റെ കോളേജ് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 10 വർഷമായി. പക്ഷെ ആ ഒരു മിസ്സിങ് ഞാൻ ഓവർകം ചെയ്യുന്നത് ഇങ്ങനെയുള്ള ചടങ്ങുകളിൽ വന്നിട്ടാണ്. ഈ വർഷം ഞാൻ സ്കൂൾ കലോത്സവത്തിന്റെ സമാപന സമ്മേളനത്തിന് പോയി. കോഴിക്കോട് യൂണിവേഴ്സിറ്റി കലോത്സവ സമാപന സമ്മേളനത്തിന് പോയി. ഇപ്പോ MG യൂണിവേഴ്സിറ്റിയുടെ സമാപന സമ്മേളനത്തിനും ഞാൻ എത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് VCയുടെ തൊട്ടടുത്തിരിക്കാനുള്ള ഒരു ഭാഗ്യം എനിക്ക് കിട്ടി. ഞാൻ പഠിച്ചത് കുട്ടിക്കാനത്തെ മെരീൻ കോളേജിലാണ്. BB ആണ് ചെയ്തത്. 3 വർഷത്തെ കോഴ്സ് കഴിഞ്ഞ് 4ാം വർഷം മുതൽ യൂണിവേഴ്സിറ്റിയിൽ പോയാല് സപ്ലിക്ക് പൈസ അടയ്ക്കാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് ഞാൻ യൂണിവേഴ്സിറ്റി കോളേജിൽ ആദ്യമായിട്ട് പോയത്. അന്ന് ദൂരെ നിന്ന് കണ്ട VC അല്ല ഇന്നുള്ള VC. അപ്പൊ ഇന്നത്തെ VCയെ നേരിട്ട് കാണാൻ അവസരം തന്നതിന് നിങ്ങളോട് ആദ്യം നന്ദി പറയുന്നു. ഈ വേദിയിൽ ഇന്ന് എന്നോടൊപ്പം ഇരിക്കുന്ന എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു. എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഞാൻ പറഞ്ഞില്ലേ, തൊടുപുഴയിലെ ഒരു ആഘോഷം എന്താണെന്ന് നേരിട്ട് കാണാൻ നിങ്ങൾക്ക് ഇവിടെ വരാൻ സാധിച്ചതിൽ വലിയൊരു ഭാഗ്യം തന്നെയാണ്. കാര്യം ഇതിപ്പോ ഒരു നോമ്പ് സമയമാണ്. 5 വർഷം മുന്നേ ഇവിടെ ഇങ്ങനെ ഒരു കലോത്സവം നടന്നപ്പോ പങ്കെടുത്തവരെല്ലാവരും ഇന്ന് ഇവിടെ വന്നിട്ടുണ്ടോ? എല്ലാവരും പാസ് ഔട്ട് ആയിട്ടുണ്ടാവും അറിയാം. 5 വർഷം നടന്നപ്പോ ഇതിനും വലിയൊരു ആഘോഷം ഉണ്ടായിരുന്നു. ഇന്ന് നോമ്പായിരുന്നത് കൊണ്ട്, ഈ സമയം നോമ്പ് മാസമായതുകൊണ്ട് ചെറിയൊരു ഡിം ഉണ്ടെങ്കിലും ഒരു കുറവും ആഘോഷത്തിന് സംഭവിച്ചിട്ടില്ല എന്ന് ഇവിടുത്തെ ഭാരവാഹികൾ എന്നോട് പറഞ്ഞപ്പോഴും ഈ 1 കിലോമീറ്റർ മുന്നേ നിന്ന് ഞാൻ ഇതിന്റെ ഒരു ഓളം അറിഞ്ഞു. ഇന്നലെ തൊടുപുഴയിലേക്ക് എത്തിയപ്പോൾ ഞാൻ ഇവിടെ ഒരു ആൾക്കൂട്ടം കണ്ടപ്പോഴും ഞാൻ മനസ്സിലാക്കി ഈ യൂണിവേഴ്സിറ്റി കലോത്സവത്തിന്റെ ബഹളങ്ങൾക്കും ആഘോഷങ്ങൾക്കും യാതൊരുവിധ മങ്ങലും ഒരു നോമ്പിനും ഏൽപ്പിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതും. നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും നല്ല സമയത്തിലൂടെയാണ് നിങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളുടെ ലഹരി എന്താണെന്നുള്ളത് നമ്മൾ ഇന്ന് ഇവിടെ കാണിച്ചു. ഈ കലയാണ് നമ്മുടെ ലഹരി. വേറെ ഒരു ലഹരിക്കും ഇതിന്റെ മുകളിലേക്ക് നമ്മുടെ ജീവിതത്തിന്റെ സന്തോഷമോ ആഘോഷത്തിന്റെ ഭാഗമാക്കാനോ കഴിയില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. ഈ കല എന്ന ലഹരി നിങ്ങളുടെ യൂണിവേഴ്സിറ്റി കാലഘട്ടമോ നിങ്ങളുടെ പഠിത്തമോ കഴിഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ പ്രൊഫഷണൽ ലൈഫിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ മുന്നോട്ട് പോകുമ്പോൾ ഈ കല എന്ന ലഹരി കൈവിട്ട് കളയാതിരിക്കുക. ഒരു ഡോക്ടറോ എഞ്ചിനീയറോ ഒരു ലോയറോ ഒന്നുമല്ല നമ്മളുടെ പ്രൊഫഷൻ ലിമിറ്റ് ചെയ്യേണ്ടത്. ഒരു കലാകാരന് എന്തെല്ലാമായി മാറാൻ പറ്റുമെന്നുള്ളത് ഈ കലോത്സവ വേദികളിൽ നിന്ന് നിങ്ങൾ തിരിച്ചറിയണം. അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് ഞാൻ. യൂണിവേഴ്സിറ്റിയിലോ സ്കൂളിലോ കോളേജിലോ ഒരിടത്തും ഒരു കലയുടെ ഭാഗമായിട്ടോ ഒരു ചടങ്ങിന്റെ ഭാഗമായിട്ടോ സ്റ്റേജിൽ കയറി നിന്നൊരു പാരമ്പര്യമില്ലാത്ത എനിക്ക് ഇന്ന് നിങ്ങളുടെ ഇത്രയും പ്രഗത്ഭരായ കലാകാരന്മാരുടെ മുന്നിൽ ഈ സ്റ്റേജിൽ ഇരിക്കാൻ എനിക്ക് അവസരം തന്നത് ഞാൻ എന്റെ കലയായി കാണുന്ന സിനിമയാണ്. അപ്പൊ ആ സിനിമയിലേക്കും ആ കലാലോകത്തിലേക്കും നിങ്ങളെ എല്ലാവരെയും ഞാൻ ക്ഷണിക്കുന്നു, സ്വീകരിക്കുന്നു. ഒരുമിച്ച് ഒരുപാട് സിനിമകൾ ചെയ്യാൻ നിങ്ങൾക്ക് എന്റെ കൂടെ ഒരുപാട് ആഘോഷങ്ങളുള്ള ഒരു ജീവിതം നിങ്ങൾക്ക് നേരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ലഹരി ഇന്ന് കേരളം നേരിടുന്ന ാണ്. നമ്മളെ പോലെയുള്ള ഒരു യുവതലമുറയെ, അല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞു വരുന്ന ഒരു തലമുറയെ ഉന്നം വെച്ച് മുന്നോട്ട് വരുന്ന ഒരു ലഹരി നമുക്ക് കാണാം നമ്മുടെ ചുറ്റുമുണ്ട്. നമ്മൾ എത്ര കണ്ടില്ലെന്നും പറയാതിരുന്നാലും നമുക്കറിയാം എന്തൊക്കെ മാരകമായ പ്രശ്നങ്ങളാണ് നമ്മുടെ ചുറ്റും നടക്കുക എന്നുള്ളത്. അപ്പം നമുക്കാണ് ഇതിൽ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നത്. അപ്പൊ അതിനുള്ള ഒരു മനസ്സും കൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ. കല എന്ന ഒരു ലഹരി മാത്രം നിങ്ങളുടെ ജീവിതത്തിൽ ഇനി മുന്നോട്ടുണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു.
നന്ദി, നമസ്കാരം. അപ്പൊ ഇനി നേരിട്ട് കാണാൻ പറ്റിയില്ലെങ്കിൽ എല്ലാവർക്കും പെരുന്നാൾ ആശംസകളും കൂടെ നേരുന്നു. നന്ദി, നമസ്കാരം.